പക്ഷിപ്പനിയുടെ മറവിലും ക്രമക്കേട്. കൊന്ന താറാവിനെ കത്തിക്കാൻ വിറക് വാങ്ങിയതിന്റെ പേരിൽ തട്ടിയത് ലക്ഷങ്ങൾ. ആലപ്പുഴ എടത്വ പഞ്ചായത്തിലാണ് വലിയ തട്ടിപ്പ് നടന്നത്. എടത്വ പഞ്ചായത്തിൽ 38,853 താറാവുകളെ കള്ളിങ്ങിന് വിധേയമാക്കിയതിനുള്ള ചെലവ് 8 ലക്ഷം രൂപയാണ്. അതേസമയം സമീപ പഞ്ചായത്തായ ചെറുതനയിൽ 16,658 താറാവുകളുടെ കള്ളിങ്ങിനായി ചെലവഴിച്ചത് കേവലം 84,000 രൂപ മാത്രം. അന്വേഷണത്തിൽ തട്ടിപ്പ് കണ്ടെത്തിയിട്ടും ഇതുവരെ ഒരു നടപടിയുമില്ല. വിവരാവകാശ രേഖ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ്. താറാവിനെ കൊന്ന് കത്തിക്കുന്നതിന്റെ വിറകിന്റെ പേരിലും അഴിമതിയും കൊള്ളയുമാണോ പ്രസാദ് നടന്നിരിക്കുന്നത്? ഗുഡ് ഈവനിംഗ് സുജിയ. അത് തന്നെയാണ് വിവരാവകാശ രേഖകൾ പ്രകാരം നമുക്ക് കിട്ടിയ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആലപ്പുഴയിലെ പല പഞ്ചായത്തുകളിലും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്താൽ അവിടെയുള്ള പരിസരത്തുള്ള മുഴുവൻ താറാവുകളെയും മറ്റ് പക്ഷികളെയും എല്ലാം കൊന്നൊടുക്കുന്ന രീതിയാണ് സ്വീകരിച്ചു വരുന്നത്. അങ്ങനെ കൊന്നൊടുക്കുന്നതിനിടയിലാണ് വലിയ തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് എടത്വ പഞ്ചായത്തിലാണ്. എടത്വ പഞ്ചായത്തിൽ ഈ താറാവുകളെ കൊന്നതിന് ശേഷം കത്തിക്കാനുള്ള വിറകിന്റെ മറവിലാണ് വലിയ തട്ടിപ്പ് നടന്നത്. ആ തട്ടിപ്പ് നടന്നത് ഇങ്ങനെയാണ് സുജയ. അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വൈബ്രിഡ്ജ് വഴി തൂക്കി കൃത്യമായ അളവിൽ കൊണ്ടുവന്ന 32 കിലോഗ്രാം വിറക്, ആ വിറകിന് 1 കിലോയ്ക്ക് കൊടുത്തത് വെറും 2 രൂപ 10 പൈസ. പക്ഷേ എടത്വ പഞ്ചായത്തിന്റെ സെക്രട്ടറി മെമ്പർമാർ വഴി നേരിട്ട് കൊടുത്ത പണമുണ്ട്. ആ പണം പ്രകാരം വിറക് വാങ്ങി. ആ വിറക് എത്രയാണെന്ന് ആർക്കും അറിയില്ല. ഒരു വെറും വെള്ള പേപ്പറിലാണ് അതിന്റെ ബില്ല് അവർ എഴുതി കൊടുത്തത്. അതിന് ഈടാക്കിയതാകട്ടെ 6 രൂപ മുതൽ 8 രൂപ വരെ. പ്രേക്ഷകർ ചോദിക്കുന്നു, ഈ എടത്വ പഞ്ചായത്ത് ആരാണ് ഭരിക്കുന്നതെന്ന്? എടത്വ പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നെങ്കിൽ പോലും UDFും LDFും തമ്മിൽ അവിടെ ഒരു ധാരണയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സുജിയ. കാരണം ഈ വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ്. LDF അംഗങ്ങൾ തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി കൊടുത്തതും പിന്നീട് വിജിലൻസ് അന്വേഷിച്ചതും പിന്നീട് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ അത് അന്വേഷിക്കുകയും ചെയ്തത്. അന്വേഷണത്തിൽ ഈ തട്ടിപ്പ് കൃത്യമായി കണ്ടെത്തിയിട്ടും പഞ്ചായത്ത് സെക്രട്ടറിക്കോ ബന്ധപ്പെട്ടവർക്കെതിരെയോ ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ്. അതൊരു വീഴ്ച മാത്രമായി കാണുന്നു. ആ വീഴ്ച ആ രീതിയിൽ തന്നെ തിരുത്താനുള്ള നിർദ്ദേശമാണ് ഉണ്ടാകുന്നത്. അതായത് 8 ലക്ഷത്തോളം രൂപ താറാവ് കള്ളിങ്ങിന്റെ പേരിൽ നേരിട്ട് ഉദ്യോഗസ്ഥർ വഴിയല്ലാതെ നേരിട്ട് മെമ്പർമാർക്കൊരു പഞ്ചായത്ത് സെക്രട്ടറി കൊടുക്കുകയാണ്. പിന്നീട് അത് വെറും വെള്ള പേപ്പറിൽ വിറകിന്റെ കണക്കായി വരുമ്പോഴാണ് നേരത്തെ വൈബ്രിഡ്ജ് വഴി തൂക്കിയെടുത്തതിന്റെ ബില്ലും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് വ്യത്യാസം. സുജയ, ഞാൻ പറഞ്ഞു വന്നത് എടത്വായിലെ ഈ ബില്ലിന്റെ വലിപ്പം കണ്ടാണ് തൊട്ടടുത്ത പഞ്ചായത്തായ ചെറുതനയിൽ നിന്ന് നമ്മൾ ഈ വിവരങ്ങൾ എടുത്തത്. അവിടെ വരുമ്പോഴേക്ക് 10 മടങ്ങ് കുറവാണ് അവിടുത്തെ കള്ളിങ്ങിന്റെ ചെലവ് എന്നതാണ്. കാരണം ഇവിടെ നടന്ന വെട്ടിപ്പൊരു പക്ഷേ അവിടെ നടന്നില്ലായിരിക്കാം. എല്ലാ വർഷവും നടക്കുന്ന താറാവ് കള്ളിങ് ഒരുപക്ഷെ ചില പഞ്ചായത്ത് അംഗങ്ങൾക്കും ചില പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കുമുള്ള ചാകരയാവുകയാണ് എന്നതിന്റെ തെളിവുകളാണ് പുറത്തു. ഇതിൽ എടത്വ പഞ്ചായത്ത് ഈ താറാവിനെ കൊന്ന് കത്തിക്കാനായി ഇത്രയും തുക വകയിരുത്തിയതിന്റെ, ചെലവഴിച്ചതിന്റെ, ഈ തട്ടിപ്പ് കണ്ടെത്തിയതിന്റെ വിവരങ്ങൾ എന്തായാലും പുറത്തു വന്നിരിക്കുകയാണ്. പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. ഇടതുപക്ഷവും അവിടെ സജീവമാണ്. പഞ്ചായത്ത് ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നടപടി എന്താണ് എന്നത് നമുക്ക് ഉറ്റുനോക്കാം. താങ്ക് യു ടി വി പ്രസാദ്.